ഏവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ കൂടി രാത്രിയിലേക്കുള്ള നമ്മുടെ ഒരു ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ആ ഒരു ഫുഡ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ചക്ക കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ് സംഭവം. അപ്പോൾ ചക്കയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ചക്കയും ചിക്കനും ചേർന്നിട്ടുള്ള ബിരിയാണിയാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ നിന്ന്. അപ്പോൾ ചക്കയുടെ സീസണാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരു ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചക്ക ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പലതരം ബിരിയാണികൾ കഴിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കൂട്ടത്തിലേക്ക് നമുക്ക് ചക്ക ബിരിയാണിയും കൂടി ഒന്ന് ചേർത്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ രാത്രിയിലത്തെ റെസിപ്പി നിങ്ങൾ കൂടി കാണുക, ഒപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടനെ നമുക്ക് നമ്മുടെ ചക്ക ബിരിയാണി കാണാം. ചക്ക ബിരിയാണിക്കായിട്ട് നമ്മളൊരു 6 ബിരിയാണി പീസിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചക്കയുടെ പകുതിയാണ് നമ്മൾ ബിരിയാണിക്കായിട്ട് നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ചക്ക അരിഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മുളക് പൊടി, അത് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. ഇനി നമുക്ക് ഉപ്പ് വേണം. അതോടൊപ്പം തന്നെ ഗരം മസാലയും കൂടെ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി ഇപ്പോൾ ഉപ്പ്, കാരണം പിന്നീട് നമ്മൾ മസാല ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. ഈ മസാലകളെല്ലാം മുളക് പൊടിയൊക്കെ നമ്മൾ പിന്നീട് യൂസ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂണിലും കുറവാണ് നമ്മൾ ഗരം മസാല കൂടി നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഒരു 3/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ ഇറച്ചി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആകെ എടുത്തിട്ടുള്ളത് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇതിൻ്റെ പകുതിയാണ് നമ്മൾ ഈ ഒരു ഇറച്ചിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ബാക്കി പകുതി നമുക്ക് പിന്നീട് നമ്മൾ മസാല ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ഈ ഇറച്ചി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് മറ്റ് ചില പണികൾ കൂടി നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. 4 സബോളയായിരുന്നു നമ്മൾ ഈ ഒരു ബിരിയാണിക്കായി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഒരു 1/4 ഭാഗം സബോള നമ്മൾ നോർമൽ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. സബോള ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ക്രിസ്പി ആയിട്ടുള്ള രീതിയിലല്ല ഫ്രൈ ചെയ്തിട്ടുള്ളത്. കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ക്രിസ്പിനെസ്സിലേക്ക് മാറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ സബോള മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സബോള ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ നമ്മളൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മളൊരു 60%, ഹാഫ് അല്ല ഒരു 60% നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സബോള കണ്ടില്ലേ ഈ ഒരു പരുവത്തിലിരിക്കുകയാണ്. ഈ ഒരു സബോള എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സബോള ഇത്രയും നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. മല്ലിയും പുതിനയൊക്കെ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഒരു അരമുറി തേങ്ങ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങയുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് നമുക്ക് കാണാം. നമ്മുടെ ചിക്കൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മളൊരു 60% നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ബിരിയാണിയുടെ മസാല നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. ചിക്കൻ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും സബോള ഇട്ട് വഴറ്റാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ബാക്കി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളകും കൂടെ നമ്മളൊന്ന് ചതച്ചിട്ട് അതുകൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. സബോള നന്നായിട്ട് മൂത്ത് വരുന്ന ഈ സമയം നമ്മൾ ആദ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സബോള നമുക്കൊന്ന് അരച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ സബോള ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ആ തക്കാളിക്ക് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് വഴറ്റാം. ഒപ്പം 1 ടീസ്പൂൺ പുതിനയും മല്ലിയും രണ്ടും കൂടെ നമ്മൾ 1 സ്പൂൺ ഇട്ടുള്ളൂ, കൂടുതലായിട്ട് ഇട്ടിട്ടില്ല. അതും കൂടെ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 മുതൽ 1/4 സ്പൂൺ വരെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇനി ചക്കയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഒട്ടും പുളിയില്ലാത്ത ഒരല്പം തൈര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്ന് ചേർത്ത തൈര് അത്ര കട്ട തൈരല്ല, അമ്മ ജസ്റ്റ് ഒന്ന് ഉടച്ച തൈരായിരുന്നു. അപ്പോൾ നിങ്ങൾ തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു സബോള ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇനി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മിക്സിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രേവിയിൽ കിടന്ന് ജസ്റ്റ് ഇതൊന്ന് സോക്കായിട്ട് ജസ്റ്റ് ഒന്ന് വേവണം. അതിനുശേഷമാണ് നമ്മളുടെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുള്ളത്. നമ്മുടെ നോർമൽ ബിരിയാണിയുടെ മസാല ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഏകദേശമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചക്ക നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ജാറൊക്കെ കഴുകി അല്പം ചൂടുവെള്ളം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല, എന്നാലാണ് ആ സോക്കായിട്ട് നന്നായിട്ട് ചിക്കൻ വേവത്തുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ചക്ക മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് നിരത്തി കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് നമ്മൾ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ഇതോടൊപ്പം നമ്മൾ ചക്കയുടെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു 2 കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ അടിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അല്പം ചൂടുവെള്ളമാണ് ചക്ക വേവാനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂടുവെള്ളം വളരെ കുറച്ചളവിൽ മതി കേട്ടോ. ചൂടുവെള്ളം വെള്ളം കൂടി പോകരുത്, ചക്ക ഒത്തിരി കുഴഞ്ഞു പോകും. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഇനി നമ്മൾ ആ ഒരു 1/2 മുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മുടെ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കയും ചിക്കനും ഒക്കെ സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു തേങ്ങ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എരിശ്ശേരിക്കൊക്കെ ചേർക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ തേങ്ങ നമ്മളിത് ഇങ്ങനെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ കുറച്ച് പെരിഞ്ജീരകം നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും കുറച്ചുകൂടെ പൊടിയാണെങ്കിൽ പൊടി ഉപയോഗിക്കും. ഇത് ശരിക്കും ചതച്ചിട്ടുള്ളൂ കേട്ടോ പെരിഞ്ജീരകം. നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പെരിഞ്ജീരകം വെച്ചിട്ടുള്ളത്. ഒരു 15 മിനിറ്റോളം നമ്മൾ നമ്മുടെ ബിരിയാണിയുടെ എയർ ഒക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്താണ് ഇതിൻ്റെ എയർ ഒക്കെ പോയി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 2 സാധനങ്ങളോട് ചേർക്കാനുണ്ട്. ഒന്ന് നമ്മുടെ പെരിഞ്ജീരകം ചതച്ചതാണ്, ഒപ്പം നമ്മുടെ തേങ്ങ വറുത്തതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ ഇട്ട് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമ്മൾ ചക്ക ഇളക്കുന്നത് പോലെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് മിക്സ് ചെയ്യത്തില്ല. ഇത് നമ്മൾ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക, ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞ് നമ്മൾ പോകുന്ന രീതിയിൽ എടുക്കത്തില്ല. ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ആവിയാണ് നമ്മുടെ ക്യാമറയിൽ തട്ടിയിട്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ ചിക്കനും ഒപ്പം തന്നെ നമ്മുടെ ചക്കയും കൂടി നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇതിന്. അങ്ങനെ നമ്മുടെ ചക്ക ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ചക്ക ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയൊക്കെ നമ്മൾ ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മളത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങ, അതും കൂടെ നമ്മൾ മുകളിൽ ജസ്റ്റ് ടോപ്പിംഗ്സ് ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്. എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു ചക്ക ബിരിയാണി, ചക്ക ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ ഇത്. ചക്ക ചിക്കൻ ബിരിയാണി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം.